അങ്ങനെ പട്ടായ ഗേൾസ് എന്ന് പറഞ്ഞ ആ ടാഗ് ഇവിടെ വലിച്ചു കീറി ഒട്ടിക്കേണ്ട സമയമായി. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു CS റോക്കേഴ്സ്. സുഖമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, മറക്കാൻ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കുക. ബിഗ് ബോസ് വീട്ടിൽ പട്ടായ ഗേൾസ് എന്ന് പറയുന്ന സംഭവം തീർന്നിരിക്കുന്നു. അതായത് ഇന്ന് ഒരു അടി സംഭവിച്ചിട്ടുള്ള കാര്യം നമുക്ക് പലവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഫുഡ് വിളമ്പതിൻ്റെ പേരിൽ അനുമോള് കുറച്ച് വിളമ്പതിൻ്റെ പേരിൽ ആദ്യം നല്ല രീതിയിൽ ചൂടായിട്ട് ഒരു നിൻ്റെ അണ്ണാക്കിൽ ഒഴിച്ച് വെള്ളം കുടിക്കട്ടി എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമായി. അതിനെ തുടർന്ന് തന്നെ അനുമോള് റിപ്ലൈ കൊടുത്തത് ഇങ്ങനെയാണ്. അതായത് നിങ്ങൾ രണ്ടുപേരും, അതിലെയും നൂറിയും, നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ കൂടിയത് എൻ്റെ ഫാൻസിനെ കണ്ടിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിലുള്ള വർത്തമാനം അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് നൂറയ്ക്കും അതുപോലെ തന്നെ ആദിലേക്കും നല്ല രീതിയിൽ കുരുപൊട്ടി. എന്നിട്ട് അവർ ഇപ്പോൾ നമ്മുടെ പുറത്തുള്ള ഗാർഡൻ ഏരിയയിലുള്ള ഒരു സോഫയിൽ ഇരുന്നിട്ട് നല്ല രീതിയിൽ പറയുന്നുണ്ട് അനുമോളെടുത്ത്, പിശാശ് ഇവിടെ കൂടെ കൂടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദില കുറച്ച് നേരം കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിൽ പറയുന്നുണ്ട്, നിനക്ക് വെറുതെ അല്ലടി ഫ്രണ്ട്സ് ഇല്ലാത്തത്, ഞങ്ങളെ മനസ്സിലാക്കാൻ നിനക്ക് സാധിച്ചിട്ടില്ല, ബാക്കിയുള്ളവർ നിന്നെ വഴക്ക് പറയേണ്ടെന്ന് ഓർത്തല്ലേ ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞത്, അങ്ങനെയൊക്കെ പറഞ്ഞു അതിലെ നന്നായിട്ട് പറയുന്നുണ്ട്. അനുമോൾ ഒരു അക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ ഇതിനിടയ്ക്കാണ് അനീഷ് കയറി വരുന്നത്. അനീഷ് കയറി വന്നിട്ട് പറയാണ്, ആരാണ് പാത്രം കഴുകേണ്ടത്, ആരാണ് മറ്റേ ചെയ്യണത് മറിച്ച് ചെയ്യേണ്ടതെന്നൊക്കെ പറയുമ്പോഴേക്കും നൂറയ്ക്ക് നല്ല ദേഷ്യം വരുന്നു. നൂറ പറയുന്നുണ്ട്, അനീഷേട്ടൻ പറ, അപ്പോൾ പാത്രം ആരാ കഴുകേണ്ടത്, നമുക്ക് പോലും മനസ്സിലായില്ല ആ രീതിയിലുള്ള അടിയെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അനീഷിൻ്റെ ഇടയ്ക്ക് കയറി വന്നിട്ട് അനീഷും വയറ് നിറച്ച് മേടിച്ച് കൂട്ടുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ ചേട്ടനായിട്ടുള്ള ഷാനുക്കയും കൂടിയിട്ട് അനീഷിനെ അടിച്ചമർത്തുന്ന രംഗം കാണാൻ സാധിക്കുന്നുണ്ട്. സത്യത്തിൽ ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ രണ്ടുപേരുടെ ഭാഗത്തും ന്യായം ഉണ്ടെന്ന് വെച്ചാൽ വലിയ രീതിയിൽ ഇല്ലയെന്ന് തന്നെ ഞാൻ പറയാം. എന്താ വെച്ചാൽ ആദ്യം തന്നെ അടി കൂടിയപ്പോൾ നല്ല കലിപ്പിലുണ്ടായിരുന്ന അതിലെ കുറച്ച് വാക്കുകൾ കയ്യിൽ നിന്ന് വിട്ടു. അതിന് ഓപ്പോസിറ്റായിട്ട് വളരെ കൂടിയ വാക്കുകൾ, അതിനും ലെവൽ കൂടിയ സാധനങ്ങളൊക്കെയാണ് അനുമോള് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി അതിലെ നൂറൊക്കെയാണ് കുറച്ചും കൂടെ സപ്പോർട്ട് ഞാൻ ചെയ്യുക. നമ്മുടെ അനുമോൾ കുറച്ചും കൂടെ ഡൗൺ ആണ്. എന്താ വെച്ചാൽ അനുമോൾ കുറച്ച് ഇത്രയും പറയണ്ടായിരുന്നു, കുറച്ച് പറഞ്ഞാൽ മതിയായിരുന്നു. വളരെ ഓവറായിട്ടാണ് അനുമോൾ കാര്യങ്ങൾ ചെയ്തത്. എന്തായാലും എപ്പിസോഡ് വരുമ്പോഴേക്കും നമുക്ക് വ്യക്തമായിട്ടുള്ള സംഭവം കിട്ടുന്നതായിരിക്കും.